അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് കുറച്ച് പഴയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ഓരോ ഓർമ്മകൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികൾ ആദ്യമായിട്ട് നമ്മളെ ഭാഷ അറിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളടുത്ത് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ എനിക്കും ഉണ്ടാവും ഒരുപാട് ടെൻഷൻ. ആദ്യമായിട്ട് അതുവരെ നമ്മളെ കൈപിടിച്ച് നമ്മളെ കൂട്ടത്തിൽ മാത്രം നിന്ന് നമ്മളെ കുട്ടികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ സ്കൂളിലേക്ക് പോകേണ്ടി വരുമ്പോൾ അപ്പോൾ അവർക്ക് എങ്ങനെ അവർ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യും, അതേപോലെ മറ്റുള്ള കുട്ടികളെ കൂട്ടത്തിൽ അവർ കൂട്ടത്തിൽ കൂട്ടുമോ, അതേപോലെ ഭാഷ അറിയില്ല. ഇനിയിപ്പോൾ ടീച്ചേഴ്സിനോടാണെങ്കിലും അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പോലും അവർക്ക് പറയാനറിയില്ല, ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചോദിക്കാൻ അറിയില്ല. അപ്പോൾ അവർ എങ്ങനെയാണ് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ സ്കൂളിലെ ഭാഗങ്ങളൊന്നും കാണിക്കണില്ല, ജസ്റ്റ് അവർ വീട്ടിൽ നിന്ന് പോണ ഒരു പാർട്ട് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളെങ്ങനെ അവരെ കൂട്ടത്തിൽ കുട്ടികളാണല്ലോ എപ്പോഴും അവരെ കൂട്ടത്തിൽ ഉണ്ടാകുക, അവരാണല്ലോ അവരെ ചേർത്ത് പിടിക്കേണ്ടതും, അവിടെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ എല്ലാവരും 1ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികളെല്ലാവരും പുതിയ കുട്ടികൾ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്കൊക്കെ തമ്മിൽ സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ അറിയാം. അപ്പോൾ നമ്മളെ കുട്ടികൾ അവർക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവരെ പെങ്ങന്മാരെ കുട്ടികളെയൊക്കെ കൂട്ടത്തിൽ മാത്രം കളിച്ച് ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ സ്കൂളിൽ ചേർത്താൻ ഞാൻ പോയപ്പോൾ തന്നെ അവർക്ക് സ്കൂൾ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അവർ പിന്നെ സ്കൂളിൽ പോകാൻ അവർക്ക് നല്ല ഉഷാറൊക്കെയാണ്, ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്കെന്താ ടെൻഷൻ വെച്ചാൽ ഈ ഭാഷ നമ്മൾ സ്റ്റേറ്റ് മാറി ഇങ്ങോട്ട് വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. നമ്മളെ സർട്ടിഫിക്കറ്റുകളായാലും ആധാർ കാർഡായാലും ഒക്കെ മാറ്റാനും അഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാനും, പിന്നെ സ്കൂളൊക്കെ ആയിട്ട് അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീടുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റായി വരുമ്പോഴത്തേന് സ്കൂൾ പോകണം. പിന്നെ അതുപോലെ തന്നെ മദ്രസ് കാര്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഒന്നിച്ച് ഈ ഭാരങ്ങൾ വരുമ്പോൾ പിന്നെ മെയിനായിട്ട് എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഭാഷ അറിയാത്തൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ജസ്റ്റ് അവർ പോകുമ്പോൾ അവരുടെ ആ ഒരു ഭാവം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ ആഗ്രഹിച്ചതാണ്, നമുക്ക് ഒരുപാട് അവർ സ്കൂളിൽ വിടുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും കൂടി ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും എൻ്റെ ആ ഒരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ चलो അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റുള്ള കുട്ടികൾ നമ്മൾ വിചാരിച്ച പോലെ പേടിയോ ഒന്നും ഉണ്ടായില്ല. മറ്റുള്ള കുട്ടികൾ അവരെ നന്നായിട്ട് തന്നെ കൂട്ടത്തിൽ കളിപ്പിച്ചു. അതുപോലെ തന്നെ അവർ കൂട്ടത്തിൽ കൂട്ടി നല്ല ഭാഷ അറിയില്ലെങ്കിലും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പ്രത്യേകം ഇതുപോലുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അവർ നന്നായിട്ട് തന്നെ കെയർ ചെയ്യും. അതുപോലെ തന്നെ ആ കുട്ടികളെ ഒന്നുകൂടി മറ്റേ കുട്ടികളെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട. ടീച്ചർമാരൊക്കെ നമ്മൾ അറിയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അറിയുന്ന ആൾക്കാരാണ്, ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരുമാണ്. അപ്പോൾ കുട്ടികൾക്ക് അതുപോലെ അങ്ങനെ വിഷമമൊന്നുമില്ല. അവർ വളരെ സന്തോഷത്തോടെ തന്നെ പോവുകയും ചെയ്തു, സന്തോഷത്തോടെ തന്നെ അവർ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവർക്ക് അതൊരു വലിയ കാര്യമൊന്നും ആവില്ല, എന്നാലും നമുക്കൊരു സന്തോഷമുള്ള കാര്യം അതങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.